ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇളയച്ചൻ വരുമെന്നും ഇളയച്ചൻ അച്ഛമ്മയുടെ അടുത്തേക്കാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാണ് ഈ പറയുന്ന നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ മതി, ഇളയച്ചൻ അങ്ങോട്ട് വന്നാൽ മതി, ഒരു നിർബന്ധമില്ല, അങ്ങോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞു ഇവർ. അപ്പോൾ വരുമ്പോൾ ഒരു കാര്യത്തിനും ഒരു കുറവും വരുത്തരുതെന്നുള്ളത് അച്ഛൻ പറഞ്ഞ് കാണുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തട്ടത്തിൻ്റെ കാര്യമല്ലേ, അതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുക. ആ സമയം അച്ഛമ്മയുടെ ഗ്രാമത്തിലെ വീട്ടിലെ ലൊക്കേഷൻ ഇളയച്ചൻ അയച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അയച്ചു കൊടുക്കടാ എന്ന് പറഞ്ഞു അമ്മ. ഞാൻ അയച്ചു കൊടുത്തു, നീ അദ്ദേഹത്തിൻ്റെ നമ്പർ ഇങ്ങത്താ, ഞാൻ അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു സുധി ഇങ്ങനെ പറയുമ്പോൾ ലൊക്കേഷൻ സുധി എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ ഇളയച്ചന് ഫോർവേഡ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഓ, സമാധാനമായി മോളെ, ആ സച്ചിയുടെ വായടച്ചല്ലോ, സമാധാനമായി. ഇനി നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് ചന്ദ്രമതി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് രവിയേട്ടൻ വരുന്നത്. ആ രവിയേട്ട പൊങ്കലിന് മുന്നേ ശ്രുതിയുടെ വല്യച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്, നമ്മൾ അമ്മയുടെ അടുത്തേക്ക് പോവാണല്ലോ, അദ്ദേഹം അവിടേക്ക് വരാമെന്നാ പറഞ്ഞതെന്നൊക്കെ ചന്ദ്രമതി രവിയേട്ടനോട് പറയുമ്പോൾ രവിയേട്ടൻ ഇങ്ങനെ നോക്കുക. ഇളയച്ചനോ, അങ്ങനെ ഒരാളുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ആ ഉണ്ട്, ഇളയച്ചൻ എന്നും പറഞ്ഞ ശ്രുതി. എന്തേ അങ്ങനെ ഒരാളുണ്ടാകാൻ പാടില്ലെന്നുണ്ടോ? അദ്ദേഹത്തിനോട് ഞാൻ മുന്നേ ഫോണിൽ സംസാരിച്ചതാണെന്ന് ചന്ദ്രമതി പറയുക കേട്ടോ. ആ ശ്രുതി, നിൻ്റെ അച്ഛനെന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛാ, ഇവളുടെ അച്ഛൻ ബിസിനസ് ആവശ്യത്തിന് ലണ്ടനിൽ പോയേക്കുകയാണെന്നും അക്കാര്യം ശ്രുതി എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു ശ്രുതി. അപ്പോൾ ജർമ്മനി പോയെന്നല്ലേ മുന്നേ നീ പറഞ്ഞിരുന്നത്, അപ്പോൾ ജർമ്മനി വഴി ലണ്ടനിൽ അല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതെ ആൻറ്റി, ഇപ്പം അച്ഛൻ ലണ്ടനിലാണ് ഉള്ളത് എന്ന് ശ്രുതി പറയുമ്പോൾ പറഞ്ഞ ശ്രുതി. ലണ്ടനിലായാലും അദ്ദേഹത്തിന് വരാവുന്നല്ലേ ഉള്ളൂ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ വരും, അദ്ദേഹം ബിസിനസ് തിരക്കുള്ള ആളല്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതിയെ. അപ്പോൾ മകളെക്കാളും വലുതാണോ അയാൾക്ക് ബിസിനസ് എന്ന് അച്ഛൻ ചോദിക്കുക. അപ്പോഴത്തേക്കും ശ്രുതി പെട്ടു. ശ്രുതി ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക. അവളുടെ ഇളയച്ചൻ വരുന്നുണ്ടല്ലോ, ഇളയച്ചനോട് ഇവളുടെ അച്ഛനെല്ലാം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്തൊക്കെയാണ് കൊണ്ടുവരുന്നതെന്ന് കണ്ടു തന്നെ അറിയണമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വരവോടെ നമ്മുടെ ശ്രുതി ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കാൻ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കൊണ്ടുവരുന്നതിലൊന്നുമല്ല എനിക്ക് സന്തോഷം, അദ്ദേഹം വരുന്നതിലാണെന്ന് രവിയേട്ടൻ പറയുമ്പോൾ മലേഷ്യയിൽ നിന്നാണ് ഇവളുടെ ഇളയച്ചൻ വരുന്നത്, ഒരു കുറവും വരുത്തരുതെന്ന് നിങ്ങളുടെ അമ്മയോട് വിളിച്ചു പറയണമെന്ന് പറയുമ്പോൾ അമ്മയോട് വിളിച്ചു പറഞ്ഞാൽ പിന്നെ നിന്റെ അന്ത്യമായിരിക്കും, ആരെ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതും പറഞ്ഞ് അച്ഛൻ അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ചന്ദ്രമതി അച്ഛനോടൊന്നും മിണ്ടിയില്ല. എനിക്ക് സന്തോഷമായി മോളെ, സന്തോഷമായി, ഞാൻ പറഞ്ഞത് എന്തായാലും നീ കേട്ടല്ലോ, എനിക്ക് സന്തോഷമായി, രണ്ടുപേരും വാ കോഫി കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇവരെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും കോഫി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി മുന്നേ ഓടി. ശ്രുതിയാണെങ്കിൽ നെഞ്ചത്തടി നിലവിളിയായിട്ട് നിൽക്കുക. എൻ്റെ ദൈവമേ, എന്താവും എന്തോന്ന് ഓർത്ത്. അപ്പോഴേക്കും അവിടുന്ന് വിളി വന്നു, മോളെ ശ്രുതി എന്നും പറഞ്ഞു, ഇത് വരുന്ന ആൻറ്റി എന്നും പറഞ്ഞു ഇവിടുന്ന് ഒരു വിളി പറച്ചില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കേട്ടോ. പിന്നെ പാക്കിങ് തുടങ്ങി, എല്ലാം പാക്ക് ചെയ്യുക. ശ്രുതിയാണെങ്കിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സെറ്ററിന് എടുത്ത് വയ്ക്കാത്ത ശ്രുതി എന്ന് ചോദിച്ചു. ശ്രുതി അത് എടുത്ത് വെച്ചില്ല. അപ്പോൾ ഇല്ല, നീ പോയി അതെടുത്തോണ്ട് വരാൻ പറഞ്ഞു. എല്ലാം ഞാൻ തന്നെ ചെയ്യണ, ശ്രുതി ഇങ്ങ് വന്നേന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി പറയുന്നത് കേട്ടോ, ഞാനിവിടെ പണിയില്ലാതെ നിൽക്കുകയാണെന്ന് തോന്നുമല്ലോ. ഓ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണല്ലോ എന്നും പറഞ്ഞ് ശ്രുതി മനസ്സിൽ പറഞ്ഞങ്ങ് പോയി. ഈ സമയത്ത് രേവതിയും സച്ചിയും അങ്ങോട്ട് വന്നു. നമുക്ക് 2 ഭാഗമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അച്ഛമ്മയ്ക്കും സച്ചിയേട്ടന് ഒരു സാരി വാങ്ങിച്ചില്ലേ, അത് എടുത്തില്ലെന്ന് ചോദിക്കുമ്പം അയ്യോ ഞാനത് മറന്നുപോയി, നീ ചെന്നെടുത്തിട്ട് വരാൻ പറഞ്ഞു ചെല്ല് എന്നും പറഞ്ഞ് സച്ചി രേവതിയെ പറഞ്ഞു വിടുക. രേവതി അത് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോണു. അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടൻ അശോക എടാ, ഞങ്ങളെല്ലാവരും കൂടെ ഇന്നേ നാട്ടിലേക്ക് പോവുക കേട്ടോ എന്നും പറഞ്ഞ് ഫോണിൽ വിളിച്ച് പറയുക കൂട്ടുകാരനെ. അമ്മയുടെ അടുത്തേക്കാടാ പോകുന്നേ? അതെ പൊങ്കൽ കഴിഞ്ഞേ ഞങ്ങൾ പിന്നെ തിരിച്ചു വരത്തുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. കുടുംബം ഒന്നാകെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം. ചന്ദ്രമതി ഒന്നേരത്തേക്ക് മൂത്ത് മൂർപ്പിച്ച് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ അല്ല, സന്തോഷം വന്നിരിക്കുന്നു, ദുബായ്ക്ക് ടൂറ് പോവല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചന്ദ്രമതി നിൽക്കുക. പോകുന്നത് ഒരു പൊട്ടിക്കാട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ സച്ചി കേട്ടു. സച്ചിക്ക് നേരെ ദേഷ്യം വന്നു. ശരി, ഞങ്ങളെന്നാ വീട്ടിലോട്ട് ഇറങ്ങാൻ പോവാ ശോക. ശരിടാ, നാട്ടിലെത്തിയിട്ട് ഞാൻ നിന്നെ വിളിച്ചോളാം കേട്ടോ. ശരി എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും രേവതി സാരി എടുത്തുകൊണ്ട് വന്നു. അച്ഛാ, അടുത്ത ട്രിപ്പ് നമുക്ക് പൊങ്കലിന് നമുക്കൊരു കാര്യം ചെയ്യാം, അമേരിക്കയ്ക്ക് പോകാമെന്ന് സച്ചി. അമേരിക്കയ്ക്കോ? അതെ, അമ്മയുടെ നാട് അവിടെയല്ലേ, അമേരിക്കയിലാണല്ലോ അമ്മ പറഞ്ഞത്. അപ്പം കേട്ടല്ലോ, രാവിലെ തന്നെ തുടങ്ങി ഇവൻ എന്തിനാ ഇപ്പം എന്നെ കളിയാക്കിയെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം അച്ഛാ, നമ്മുടെ നാടിനോട് അമ്മയ്ക്ക് പുച്ഛവാ, നമ്മുടെ നാട് പട്ടിക്കാടാണെന്ന് അമ്മ പറയുന്നത്. അന്ന് അമേരിക്ക പറഞ്ഞതുപോലെ സംസാരം എന്നൊക്കെ സച്ചി പറഞ്ഞപ്പം ചന്ദ്രൻ, നമ്മൾ പിറന്ന നാടിനെ പറ്റി ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല, സ്വന്തം അച്ഛനും അമ്മയും പറ്റി ദോഷം പറയുന്നത് പോലെ ആകും അതെന്ന് പറയുന്നത് കേട്ടപ്പം ഞാനാ നാട്ടിലല്ലോ പറഞ്ഞത്, നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞതോ എന്ന് ചോദിച്ചു ചന്ദ്രമതി. നിന്നെയൊന്നും പറഞ്ഞിട്ടേ യാതൊരു കാര്യമില്ലടി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അന്നേരം പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു.
ആ സമയത്ത് അവരെല്ലാവരും ഇറങ്ങി വന്നു. എല്ലാവരും റെഡിയായത് മറ്റു ശ്രുതിയും വന്നു കേട്ടോ. മോളെ, നിന്റെ ഇളയച്ചൻ മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ടോ? ആ പുറപ്പെട്ടു, ഇളയച്ചൻ ബസ് കയറി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുമ്പോഴേക്കും അറിയാതെ വായി എന്നുള്ളതൊക്കെ പോരുക. അപ്പോഴാണ് ശ്രുതിക്ക് ആ ഒരു വല്ലാത്തത്. ബസ് കയറിയെന്നു എന്ത് പറയണേന്ന് ചോദിച്ചു. മലേഷ്യയിൽ നിന്ന് ബസ്സിനൊക്കെ വരാനോ എന്ന് സച്ചി ചോദിച്ചു കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അച്ഛാ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സൊക്കെ ഉണ്ടോ എന്ന് സച്ചി ചോദിച്ചു കേട്ടോ. അപ്പോഴേക്കും ശ്രുതി, അയ്യോ ആൻറ്റി, അത് പിന്നെ എയർപോർട്ടിൽ ലോഞ്ച് ചെയ്യുന്ന ഫ്ലൈറ്റിലേക്ക് ബസ്സിൽ പോവാറില്ലേ ഇളയച്ചൻ, ആ ബസ്സിൽ കയറിയെന്ന് ഞാൻ പറഞ്ഞതെന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ, ഓ അങ്ങനെ ഔവേ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ തലയാട്ടി നിൽക്കാം. ആ അതെ അല്ലേ, അങ്ങനെയല്ലേ. അവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ എത്ര സമയം വേണ്ടി വരും? അത് പിന്നെ ഇന്ന് വൈകുന്നേരത്തോടെ എത്തുമായിരിക്കും ആൻറ്റി എന്ന് ശ്രുതി പറഞ്ഞു കേട്ടോ. ഒന്നും പറഞ്ഞിരിക്കുക ചന്ദ്രമതി. ശ്രുതിയാണ് സ്വപ്നം കാണുവാണ്. അച്ഛൻ അന്നേരം ഇങ്ങനെ, ഈ ശ്രീകാന്തും വർഷയും ഇനിയും റെഡിയായില്ലേന്ന് ചോദിച്ചു. ഞാൻ പോയി അവരെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇവരെ വിളിക്കാനായിട്ട് പോകണു. ഈ സമയത്ത് നമ്മുടെ വർഷ അവിടെ ഒരുങ്ങിയിട്ട് സെറ്റ് ആകുന്നില്ല. അപ്പം ഞാൻ വരണോ ശ്രീകാന്ത് എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരുക്കത്തിൻ്റെ ഇടയിൽ. അപ്പം നീ അത് അങ്ങനെ ചോദിച്ചേ, നമ്മൾ പോകാൻ റെഡി ആയതല്ലേ എന്ന് ചോദിക്കുമ്പം എനിക്ക് 2-3 സീരിയൽ ഡബ് ചെയ്യാനുണ്ട്, ഞാൻ 2 മനസ്സോടെയാണ് വരാമെന്ന് ആദ്യം സമ്മതിച്ചത്, ഞാൻ വരണോ ശ്രീകാന്തേ എന്ന് ചോദിക്കുമ്പം, നീ വന്നില്ലെങ്കിൽ നഷ്ടോ വർഷേ, നീ ജീവിതത്തിൽ ഇങ്ങനൊരു ഗ്രാമം കണ്ടിട്ടുണ്ടാകില്ല എന്ന് ശ്രീകാന്ത് പറയണു. നിറയെ പച്ചപ്പുള്ള സുന്ദരമായൊരു ഗ്രാമം, കുന്നും വയലുകളും തോടും നദികളും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ എൻ്റെ വർഷ എന്ന് പറയുന്നു നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ ചന്ദ്രമതി പുറത്ത് വന്ന് ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാ ഗ്രാമങ്ങളും സുന്ദരം തന്നെയാണ്, ഞാൻ അതൊക്കെ സിനിമകളിൽ കുറേ കണ്ടിട്ടും ഉള്ളതാണെന്ന് വർഷ പറയുന്നു. സിനിമയിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണുന്നത്, നിനക്കിതൊരു പുതിയ അനുഭവമായിരിക്കും, 100% ഉറപ്പാണെന്നൊക്കെ ശ്രീകാന്ത് പറയുന്നു. ഗ്രാമം നല്ലതൊക്കെ ആയിരിക്കും, പക്ഷേ നമ്മൾ താമസിക്കാൻ പോകുന്ന വീട് നല്ലതായിരിക്കോ എന്ന് വർഷ ചോദിക്കുക ശ്രീകാന്തിനോട്. ചന്ദ്രമതി ഇതൊക്കെ കേൾക്കുമല്ലേ. അവിടെ എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, നിങ്ങളെല്ലാവരും ചെല്ല്, ഞാൻ എൻ്റെ വീട്ടിൽ പോയി 1 വീക്ക് സ്റ്റേ ചെയ്തിട്ട് വരാമെന്ന് വർഷ ഇങ്ങനെ പറയുമ്പോൾ, നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അച്ഛമ്മ ചോദിച്ചപ്പോൾ നീ വരാമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. നീ വന്നില്ലെങ്കിൽ അച്ഛമ്മയ്ക്ക് അതൊരു വല്ലാത്ത വിഷമാവില്ലേ, നിനക്ക് അവിടെ കംഫർട്ടബിൾ ആയിരിക്കും, 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് വിളിക്കുന്നു. ചന്ദ്രമതി അതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നു. വർഷ എവിടെ നിന്ന് ഇങ്ങനെ ആലോചനയാണ്, പോണോ വേണ്ടയോ എന്നുള്ളൊരിതിലെ. വർഷേ, നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദൂരെ എങ്ങോട്ടും പോയിട്ടില്ല, കിട്ടിയ അവസരം നീ കളയല്ലേ, നമുക്ക് പോവാം എന്നും പറഞ്ഞ് ശ്രീകാന്ത് പറഞ്ഞപ്പം എനിക്ക് വരണമെന്നേ തോന്നുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ പറയാം. ചന്ദ്രമതി ഇതൊക്കെ കേട്ട് ആകെ നിരാശയോടുകൂടി ഇങ്ങനെ നിൽക്കുവാട്ടെ, ഇനി മരുമോൾ വരാതിരിക്കോ. പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അകത്തേക്ക് കയറി ചെന്നു. എന്താ വർഷ ഇത് എന്ന് ചോദിച്ചു. എന്തായാലും മോള് വരണം, നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ച് പുതു ജോഡികളായിട്ടുള്ളവരാ, നിങ്ങൾ ഉറപ്പായിട്ടും വരണമെന്ന് അമ്മ പറഞ്ഞതല്ലേന്ന് ചന്ദ്രമതി ചോദിച്ചു. വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും വർഷം ഇങ്ങനെ 2 മനസ്സോടെ നിൽക്കും. നീ പറഞ്ഞല്ലോ ഒരാഴ്ച നീ നിന്റെ വീട്ടിലേക്ക് പോയി നിന്നോളാമെന്ന്, കല്യാണം കഴിഞ്ഞാലേ സ്വന്തം വീട്ടിലേക്ക് ആദ്യത്തെ തവണ പോകുമ്പോൾ ഭർത്താവും കൂടെ വേണമെന്ന കാര്യം ചന്ദ്രമതി വർഷയോട് പറയുക. തനിച്ചൊരു കാരണവശാലും പോകരുത്, പോയാലേ ആളുകൾ അതും ഇതൊക്കെ പറയുമെന്നും പറഞ്ഞു. നമ്മളിപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു, അതല്ലേ നല്ലത്. ദേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ നിനക്ക് ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, അത് പോരേന്ന് ചോദിച്ചു. അപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ വർഷ. അപ്പോൾ ശ്രീകാന്തിന് സമാധാനമായി. അങ്ങനെ വർഷയെ സോപ്പിട്ട് കൊണ്ടുപോവുകയാണ്. ചന്ദ്രമതി ഇറങ്ങി, പുറകെ ഇവരും ഇറങ്ങി. അപ്പോൾ വാലെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ചോദിച്ചു, എല്ലാവരും എല്ലാ കൂട്ടം എടുത്തല്ലോ അല്ലേ, ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇനി അതെടുക്കാൻ മറന്നു ഇതെടുക്കാൻ മറന്നു എന്നൊന്നും ആരും പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്നും എടുക്കാൻ മറന്നിട്ടില്ല, അച്ഛൻ എല്ലാം എടുത്തിട്ടുണ്ടെന്ന് സച്ചി പറയാം. ഈ ഓട്ടക്കാരനോട് ചോദിക്കാം, അവൻ മറന്നു കാണുമോ എന്ന് സച്ചി പറയുമ്പോൾ, അങ്കിൾ വേണ്ട കേട്ടോ, സച്ചി ശ്രുതി ഓട്ടക്കാരെന്ന് വിളിച്ചത് കേട്ടില്ലേന്ന് ശ്രുതി ചോദിക്കാം. ഇളയച്ചൻ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ച് അദ്ദേഹം ശ്രുതിയെപ്പറ്റി എന്ത് കരുതുമെന്ന് ശ്രുതി ചോദിക്കുക. അപ്പോൾ ദേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രമതി പറന്നാ വരുന്നത് അടുത്ത പ്രശ്നത്തിന്. നിന്റെ വായ വെറുതെ ഇരിക്കില്ല അല്ലേടാ എന്ന് ചോദിച്ചോണ്ടേ. എന്നിട്ട് ദേ രവിയേട്ടാ നോക്ക്, ശ്രുതിയുടെ ഇളയച്ചൻ്റെ മുന്നിൽ വെച്ച് ശ്രുതി ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുതെന്ന് പറയും എന്നോട്. അപ്പോഴത്തേക്കും ഇത് എൻ്റെ വായ, ഞാൻ സംസാരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. ഓ എടാ ദേ വേണ്ട, ഇവരെ പറ്റി ഒന്നും നിന്നോട് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ എന്ന് സച്ചിയോട് ചോദിച്ചിട്ട്, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വരുന്ന ആൾ എന്താടാ കരുതുക എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും പറയണ്ട, ഇവനെ കണ്ടാൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകും ഇവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ, നീ ഫ്രോഡോ, ഞാൻ വരുന്നില്ല ചാന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറഞ്ഞു.
അപ്പോൾ എടാ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി വിളിക്കുമ്പോൾ അയ്യോ പോകാൻ ടൈമായി. അപ്പോൾ വേഗം വാടാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെയും വിളിച്ചു. അപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കൂടെ വന്നു. പിന്നെ 2 വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും ഇവർ അതും ഇതൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചിയോട് പറഞ്ഞു വായ അടച്ചിരുന്നോളണം, ഒരു അക്ഷരം പോലും നീ മിണ്ടരുതെന്ന്. എൻ്റെ വണ്ടിയിലിരുന്ന് ഞാൻ അതും ഇതൊക്കെ പറയും, നീ വേണമെങ്കിൽ എൻ്റെ കാർ കയറിയാൽ മതിയെന്ന് പറഞ്ഞു സച്ചി വർഷയോട്. ആ സമയം സച്ചി ഇനി മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പിന്നെ പറയുന്നത് കേട്ടില്ല അച്ഛാ, മോളെ കാർ ചെന്ന് കയറിച്ചല്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷയെ അപ്പുറത്തെ കാറിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് അച്ഛനും അമ്മയും കൂടെ ഇതിനകത്ത് പോകാനായിട്ടാണ് ഇതിരിക്കുന്നത്. ഇവനോട് പറഞ്ഞു തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്, മിണ്ടാതിരുന്നോളണം നീ. പറഞ്ഞു കേട്ടല്ലോ, അവിടെ വെച്ച് രേവതി അതും ഇതും പറഞ്ഞ് താഴ്ത്തി കെട്ടാൻ നീ ശ്രമിക്കരുതെന്ന് ചന്ദ്രമതിയോട് പറഞ്ഞു. ശ്രമിച്ചാൽ നിനക്ക് തന്നെ അതിൻ്റെ ദോഷം, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. രേവതിയെ പറഞ്ഞ് അമ്മയ്ക്ക് സഹിക്കില്ല എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ, അമ്മ നിന്റെ കഥ കഴിക്കും. അതുകൊണ്ട് വായ അടയ്ക്കുന്നതാ നിനക്ക് നല്ലത്, ഓർത്തിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു ഇവർ വണ്ടിയിലേക്ക് കയറുമോ. ഈ സമയം ശ്രുതി മോളിങ് വന്നേ എന്നും പറഞ്ഞു മോളെ വിളിച്ചു. നീ വാ ഈ കാറിൽ കയറാമെന്ന് പറഞ്ഞു. അതായത് സച്ചിയുടെ കാറിൽ കയറാമെന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ അയ്യോ വേണ്ടമ്മേ, ശ്രുതി എൻ്റെ കൂടെ കയറട്ടെ. ആൻറ്റി ഞാൻ ആ കാറിൽ കയറിക്കോളാം എന്ന് പറഞ്ഞു. ശ്രുതി ആ വണ്ടിയിലേക്ക് പോയി. വേണ്ട, ഇനി അതിനും കൂടെ ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മോളെ ഇന്ന് ഫ്രണ്ടിൽ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ രേവതിയെ ഫ്രണ്ടിൽ കയറ്റുന്നു. ഈ സമയത്ത് ചന്ദ്രയെ നീ പിന്നെ എന്തോന്ന് നോക്കി നിൽക്കും, വന്ന് കയറാൻ നോക്ക്, വരാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രയും രവിയേട്ടനും കൂടെ നമ്മുടെ സച്ചിയുടെ വണ്ടിയെ കയറി. സുധിയും ശ്രീകാന്തും കൂടെ വേറൊരു വണ്ടിയിൽ. അങ്ങനെ അവർ 2 വണ്ടിയായിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ, സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പൂക്കട ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവുക രേവതി. അവക്കടെ ബോർഡ് നോക്കിക്കൊണ്ട് പോണ കണ്ടില്ലേ, ഏതാണ്ട് വലിയ ഇതാന്നാണ് വിചാരം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞപ്പം നീ ചുമ്മായിരുന്നു തുടങ്ങല്ലേ ചന്ദ്രൻ, വീട്ടിൽ എത്തുന്നത് വരെ നിന്റെ വായൊന്ന് അടച്ചുകൂടെ എന്ന് ചോദിച്ചു രവിയേട്ടനെ. എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക. രേവതിയും സച്ചി ഫ്രണ്ടിൽ ഇരിക്കുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുക വണ്ടിയിൽ. അങ്ങനെ ടൗണെത്തി. അവരിങ്ങനെ ഓടി ഗ്രാമത്തിലെത്തി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പോകുമ്പോൾ ശ്രുതിയുടെ മുഖം മാത്രം ഒന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വർഷയെ എല്ലാം കാണിച്ചൊക്കെ കൊടുക്കുക, എല്ലായിടത്തെ പ്രകൃതി രമണീയമായ സ്ഥലവും കാര്യങ്ങളൊക്കെ. ശ്രുതിയുടെ മുഖം മാത്രം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും രേവതി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ചന്ദ്രമതിക്കൊന്നും ദഹിക്കുന്നില്ല. 2 കൂടെ കാട്ടായം കണ്ട 2 കൂടെ മധുവിധ യാത്ര പോവാണെന്നാണ് തോന്നുന്നത്, ആ രീതിയിലാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കണ്ട് ആശ്ചര്യപ്പെടാൻ എന്തിരിക്കുന്നേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇരിക്കുമ്പം ആശ്ചര്യപ്പെടേണ്ടതെല്ലാം പുറത്തുണ്ട് ചന്ദ്രേ, നിറയെ പച്ചപ്പ. അത് കാണുമ്പോൾ തന്നെ മനസ്സൊന്ന് കുളിരുമെന്ന് രവിയേട്ടൻ പറഞ്ഞു. ദാണ്ടേ ഇങ്ങനെ കുശുമ്പ് പിടിച്ചിരിക്കാതെ ഈ പുറത്തെ ഗ്രാമഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച നീ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു രവിയേട്ടനെ. എന്നിട്ട് ഇവരിതേ പച്ചപ്പും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ ആ ഒരു ഇതിലങ്ങ് പോവുക. അപ്പോഴേക്കും എനിക്ക് തലവേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞ് ചന്ദ്രമതി പറഞ്ഞപ്പോൾ അച്ഛന് തലവേദനിക്കുന്നുണ്ടോ എന്ന് സച്ചി ചോദിച്ചു. എനിക്കൊരു തലവേദനയില്ല എന്ന് രവിയേട്ടൻ. അത്രമാത്രം സന്തോഷം ആ മനസ്സിന്. ഈ നാട്ടിൽ വരുമ്പോഴൊക്കെ ചന്ദ്രയ്ക്ക് തലവേദനിക്കുമെന്ന് രവിയേട്ടൻ പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി രേവതി ഇരുന്ന് ചിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സന്തോഷം അവിടെ ഇരിക്കട്ടെ. ശ്രുതിയുടെ ഇളയച്ചൻ മലേഷ്യയിൽ നിന്ന് വരും. അവർ വരുമ്പോൾ അവരെ നന്നായിട്ട് സ്വീകരിക്കണമെന്നും പനിനീരൊക്കെ തളിക്കണം, അദ്ദേഹത്തിന് വേണ്ടുന്നതൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ വേണമെന്ന് പറഞ്ഞു ചന്ദ്രമതി. അച്ഛാ വീടിനടുത്തൊരു കുളമില്ലേ, അതിൽ വെള്ളം വറ്റിച്ച് അതിൽ നമുക്ക് പനിനീര് നിറയ്ക്കാമെന്ന് സച്ചി. അതിൽ മലേഷ്യക്കാരൻ കുളിപ്പിച്ചെടുക്കാമെന്ന് പറയുമ്പം അത് നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞു അച്ഛൻ. പനിനീര് തെളിക്കലാക്കണ്ട, പനിനീര് കൊണ്ട് കുളിപ്പിക്കാം നമുക്ക് മലേഷ്യക്കാരനെ, എന്താ അതുപോരെന്ന് ചോദിച്ചു. വീട്ടിലെ മരക്കട്ടിൽ മാറ്റണം, പിന്നെ മലേഷ്യക്കാരന് കിടക്കാൻ ഒരു സ്വർണ്ണ കട്ടിൽ നമുക്ക് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ രവിയേട്ടൻ ചിരിച്ചപ്പോൾ കണ്ടില്ല രവിയേട്ടൻ അവൻ കളിയാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവൻ ഇതുപോലൊക്കെ സംസാരിച്ചാൽ നമ്മുടെ മാനം പോകുമെന്ന് ചന്ദ്രമതി പറയണു. അമ്മയല്ലേ പറഞ്ഞത്, അദ്ദേഹത്തിന് വേണ്ടുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണമെന്ന്. അപ്പോൾ എടാ സച്ച സംസാരിച്ചുകൊണ്ടിരിക്കാതെ വണ്ടി റോഡിൽ നോക്കി ഓടിക്കടാ എന്ന് പറഞ്ഞ അച്ഛൻ. ശരി അച്ഛാന്ന് പറഞ്ഞു. ഇവരെങ്ങനെ പോകുന്നു. ശ്രുതിയുടെ ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ശ്രുതിയെ ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി നീ എന്ത് വല്ലാതിരിക്കുന്നേ, ഒരു ടെൻഷൻ പോലെ എന്താ കാര്യമെന്ന് ചോദിച്ചു. എനിക്ക് ടെൻഷനൊന്നുമില്ല എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. ശ്രുതിയാണോ? അല്ല നിന്റെ ഇളയച്ചൻ വരുമല്ലോ അല്ലേ? വരും ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നാളെ മോർണിംഗ് ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്ത് ഈ ഗ്രാമം സിനിമയിൽ കാണുന്നത് പോലെയൊന്നും അല്ലല്ലോ എന്ന് വർഷ. സിനിമയിലൊക്കെ വലിയ കുന്നും വാട്ടർഫോൾസും ഒക്കെ കാണാറുണ്ടല്ലോ, ഇവിടെ അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു വർഷ. അതൊക്കെ കേട്ടപ്പോൾ ശ്രുതി ഇങ്ങനെ ഇരിക്കുമോ. അപ്പോൾ സിനിമയിലൊക്കെ കുറേ ഗ്രാമത്തിൽ നിന്നെടുത്ത ദൃശ്യങ്ങളൊക്കെയാണ് അവരൊരു ഗ്രാമത്തിൽ എന്നതുപോലെ കാണിക്കുന്നതെന്ന് നമ്മുടെ ഡ്രൈവറായിട്ടുള്ള
നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, മഹേഷ്. അപ്പോൾ സിനിമയിൽ ഡബ് ചെയ്യുന്ന ആൾക്ക് ഇതൊന്നും അറിയില്ലേന്ന്, ഇതാണ് ഒറിജിനൽ ഗ്രാമം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അച്ഛമ്മയുടെ വീടിനടുത്ത് ഇതിനേക്കാളും മനോഹരമാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു, നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് വർഷയ്ക്ക് അങ്ങ് പിടിച്ചില്ലത്. ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കാം. അപ്പോൾ ഏട്ടത്തി ഇതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിനിമയിലൊക്കെ ഞാനും കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണുന്നത് ആദ്യമാണെന്ന് ശ്രുതി. അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം കംഫർട്ട് ആയിരിക്കുമല്ലോ അല്ലേ? അപ്പം അത്ര വലിയ വീടൊന്നുമല്ല, മുറികളൊക്കെ ചെറുതാണെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്തെ അവിടെ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ ശ്രീകാന്തിനോട് പറഞ്ഞതെന്ന് ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ, നമുക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു. എന്ന് പറഞ്ഞ് ശ്രുതി ഇരിക്കാം. അപ്പം നീയും ആൻറ്റിയും പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വന്നത്. അവിടെ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു റിസോർട്ട് ബുക്ക് ചെയ്യേണ്ടി വരുമെന്നും നമുക്ക് അവിടെ താമസിക്കേണ്ടി വരുമെന്നും പറയാം, അല്ലെങ്കിൽ നമുക്ക് തിരികെ പോകും. ഇവിടെ എത്തുന്നതിന് മുന്നേ പോകുന്നതിനെ പറ്റിയാണല്ലോ പറയുന്നതെന്ന് മഹേഷ് അന്നേരം ഇവരോട് ചോദിച്ചു. ഇനി എത്ര ദൂരമുണ്ട് വീട്ടിലേക്ക്? അപ്പം കണ്ണു മൂടി ഫോണിൽ ഒരു 3-4 പാട്ട് കേൾക്ക്, അപ്പോൾ വീട്ടിലെത്തുമെന്നും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഇപ്പം എത്തുമെന്നേ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത്. പിന്നെ അച്ചമ്മ ഇവർ വരുന്നത് നോക്കി വഴിക്കണ്ണും നട്ടിരിക്കും. അപ്പോഴും എല്ലാവരും ചിരിയും കളിയും ഒക്കെ ആയിട്ട് വരുന്നു. ചിരിയും കളിയുമായിട്ട് എല്ലാവരും വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അച്ചമ്മ ഇതൊക്കെ കണ്ടിങ്ങനെ മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് അവിടുത്തെ ചേച്ചി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ആ ചേച്ചി വന്നു, വഴിയിലേക്ക് നോക്കുമ്പോൾ അവിടെ എങ്ങും ആരുമില്ല. അപ്പോൾ അച്ഛമ്മ ഒരു സ്വപ്നം കണ്ടതുപോലെ ആ ഒരു ഇതായിരുന്നു, മക്കൾ വരുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഈ സമയത്ത് അവർ കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി അന്നേരം പേടിച്ച് വരച്ച് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയോട് ബാഗ് എടുക്കാനൊക്കെ ആയിട്ട് പറഞ്ഞ് അങ്ങ് പോയി. അപ്പോൾ പെട്ടെന്ന് മുഖമൊക്കെ വാടിയിരിക്കുന്ന ശ്രുതിയെ കണ്ടപ്പോൾ നിനക്ക് എന്താ പറ്റിയതെന്ന് ശ്രുതി ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് നല്ല സന്തോഷം, ഞാൻ നല്ല സന്തോഷത്തിലാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി വന്ന് വണ്ടിയിൽ നിറങ്ങി. ഭയങ്കര സ്മെല്ല്. ചന്ദ്രമതി ഇങ്ങനെ മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ ചന്ദ്രേ ചോദിച്ചു. രവിയേട്ടൻ വന്നു. ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കും. അപ്പോൾ പിടിച്ചേ, നീ ഇതൊക്കെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വാ എന്നും പറഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നു. എല്ലാവരും ഇങ്ങനെ വീട്ടിലേക്ക് നടന്ന് കയറി വരുന്നു. അപ്പം അച്ഛമ്മ ഇത് കണ്ടുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.